DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീടുകളിലെ ജൈവ അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിക്കുകയും സംസ്കരിക്കുകയും ചെയ്യുന്നതിൽ ഹരിതകർമ്മ സേന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഈ സേവനത്തിന് നൽകേണ്ട യൂസർ ഫീയെക്കുറിച്ച് ഇപ്പോഴും പലർക്കും സംശയങ്ങളുണ്ട്. മാലിന്യങ്ങൾ നൽകാത്ത മാസങ്ങളിലെയും യൂസർ ഫീസ് നൽകണമോ, യൂസർ ഫീസ് നൽകിയില്ലെങ്കിൽ പഞ്ചായത്തിൽ കരമടക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തടസ്സം നേരിടുമോ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിലെ മറ്റ് സേവനങ്ങൾ മുടങ്ങുമോ തുടങ്ങിയ പല കാര്യങ്ങളിലും പലർക്കും സംശയങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരസ്പര വിരുദ്ധമായ സന്ദേശങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നിയമങ്ങളുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നത്. ഒരു കാലത്ത് കേരളത്തിലെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ വലിയൊരു വെല്ലുവിളിയായി മാറിയിരുന്നു. പൊതുവഴികളിലും തോടുകളിലും പുഴകളിലും ആളൊഴിഞ്ഞ പറമ്പുകളിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്രവണത വർദ്ധിച്ചു. ഇതിന്റെ ഫലമായി വലിയ തോതിലുള്ള മലിനീകരണവും വെള്ളക്കെട്ടുകളും മാരകമായ രോഗവ്യാപനങ്ങളും ഉണ്ടായി. ഈ ഗുരുതരമായ സാഹചര്യം നേരിടാനാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കുന്നതിനായി സർക്കാർ കുടുംബശ്രീയുമായി സഹകരിച്ച് ഹരിതകർമ്മസേന രൂപീകരിച്ചത്. ഹരിതകർമ്മസേനയിലെ അംഗങ്ങൾ വലിയ ശമ്പളം കൈപ്പറ്റുന്ന സർക്കാർ ജീവനക്കാരാണെന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. നമ്മുടെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാധാരണക്കാരായ വനിതകളാണ് ഇതിലെ അംഗങ്ങൾ. വെയിലത്തും മഴയത്തും കഠിനാധ്വാനം ചെയ്ത് ഓരോ വീടുകളിലും സ്ഥാപനങ്ങളിലും നേരിട്ടെത്തി മാലിന്യങ്ങൾ ശേഖരിക്കുക എന്നതാണ് അവരുടെ പ്രധാന ഉത്തരവാദിത്വം. അവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ പിന്നീട് ക്ലീൻ കേരള കമ്പനിയുടെ സംഭരണ കേന്ദ്രങ്ങളിലെത്തിച്ച് പല വിഭാഗങ്ങളായി തരംതിരിച്ചാണ് റീസൈക്ലിംഗ് യൂണിറ്റുകളിലേക്ക് കൈമാറുന്നത്. ഞങ്ങൾ പ്ലാസ്റ്റിക് നൽകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പണം നൽകേണ്ടത് എന്ന ചോദ്യമാണ് പൊതുജനങ്ങൾക്കിടയിൽ വ്യാപകമായി ഉയരുന്നത്. ഇവിടെയാണ് നിയമപരമായ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത്. നമ്മൾ നൽകുന്ന തുക പ്ലാസ്റ്റിക്കിന്റെ തൂക്കത്തിനോ അളവിനോ കണക്കാക്കി നൽകുന്ന ഒന്നല്ല. മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച് അവ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് വലിയൊരു തുക ചിലവാകുന്നുണ്ട്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ സേവനത്തിനുള്ള പ്രതിഫലവും ഇതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന് നൽകുന്ന ഒരു ചെറിയ തുക മാത്രമാണിത്. നിങ്ങളുടെ പ്രദേശത്ത് മാലിന്യ ശേഖരണത്തിനായി ഒരു വ്യവസ്ഥാപിത സ്ഥാപനം നിരന്തരം പ്രവർത്തിക്കുന്നതിനുള്ള സേവന ഫീസ് അഥവാ പങ്കാളിത്ത തുകയാണിത്. നിങ്ങളുടെ വീട്ടിൽ ഒരു മാസം പ്ലാസ്റ്റിക് ഉണ്ടായില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇല്ലെങ്കിൽ പോലും ആ പ്രദേശത്തെ വാഹനങ്ങളുടെയും ജീവനക്കാരുടെയും ദൈനംദിന പ്രവർത്തന ചിലവിനായി ഈ തുക നൽകേണ്ടതുണ്ട്. ഹരിതകർമ്മസേന വെറും പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും മാത്രമല്ല ശേഖരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കുന്നുകൂടുന്ന മരുന്ന് സ്ട്രിപ്പുകൾ, പഴയ മൊബൈൽ ഫോണുകൾ, ചാർജറുകൾ, വയറുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് അവശിഷ്ടങ്ങൾ, ഗ്ലാസ് കുപ്പികൾ, അലൂമിനിയം ഫോയിലുകൾ, ലോഹവസ്തുക്കൾ, കഴുകിയുണക്കിയ പാൽ കവറുകൾ, പഴയ തുണിത്തരങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ തുടങ്ങി പുനരുപയോഗിക്കാൻ കഴിയുന്ന എല്ലാത്തരം അജൈവ വസ്തുക്കളും ഇവർ ശേഖരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇല്ലെന്ന കാരണത്താൽ ഇവ വീട്ടിലിരുന്ന് കത്തിക്കുന്നത് അന്തരീക്ഷത്തിലേക്ക് ഡയോക്സിൻ പോലുള്ള മാരകമായ വിഷവാതകങ്ങൾ പുറത്തുവിടാനും ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾക്കും അർബുദത്തിനും കാരണമാകും. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ഒരേ നിരക്കിലല്ല യൂസർ ഫീസ് ഈടാക്കുന്നതെന്നതും പലരിലും സംശയം ഉണർത്തുന്നുണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിൽ 50 രൂപ ആയിരിക്കുമ്പോൾ തൊട്ടടുത്ത മുനിസിപ്പാലിറ്റിയിൽ അത് 100 രൂപയോ കോർപ്പറേഷനുകളിൽ 150 രൂപയോ ആകാം. ഓരോ പ്രദേശത്തെയും ജനസാന്ദ്രതയും പ്രവർത്തന ചിലവും വ്യത്യസ്തമായതിനാലാണ് ഈ വ്യത്യാസം വരുന്നത്. നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ദിവസേന ടൺ കണക്കിന് മാലിന്യങ്ങളാണ് കുന്നുകൂടുന്നത്. ഇത് ശേഖരിക്കാൻ വലിയ തോതിലുള്ള വാഹന സൗകര്യങ്ങളും കൂടുതൽ ജീവനക്കാരും വിപുലമായ യന്ത്ര സംവിധാനങ്ങളും ആവശ്യമായി വരുന്നു. കൂടാതെ സാധാരണ വീടുകൾ നൽകുന്ന മാലിന്യത്തിന്റെ അളവല്ല ഒരു ഹോട്ടലോ സൂപ്പർ മാർക്കറ്റോ മെഡിക്കൽ ഷോപ്പോ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വ്യത്യസ്തമായ നിരക്കുകളാണ് നിലവിലുള്ളത്. ഈ ഉയർന്നു വരുന്ന പ്രവർത്തന ചിലവുകൾ പരിഗണിച്ചാണ് പ്രാദേശിക ഭരണ സമിതികൾ നിയമപരമായി തന്നെ തുക നിശ്ചയിക്കുന്നത്. അതിനാൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് നിശ്ചയിച്ചിട്ടുള്ള തുക കൃത്യമായി അടക്കാൻ പൊതുജനങ്ങൾ ബാധ്യസ്ഥരാണ്. യൂസർ ഫീസ് അടച്ചില്ലെങ്കിൽ അത് സ്വത്ത് നികുതിയുമായി ലിങ്ക് ചെയ്യപ്പെടുമോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സേവനങ്ങൾ തടസ്സപ്പെടുമോ എന്നതിനെക്കുറിച്ചും ചർച്ചകൾ നടക്കുന്നുണ്ട്. നിയമപരമായി പരിശോധിച്ചാൽ സ്വത്ത് നികുതിയും യൂസർ ഫീസും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. എന്നാൽ വൃത്തിയുള്ള അന്തരീക്ഷം ഉറപ്പുവരുത്തേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയായതിനാൽ മാലിന്യ സംസ്കരണ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയും യൂസർ ഫീസ് കുടിശ്ശിക വരുത്തുന്നവർക്കെതിരെയും കർശന നടപടികൾ സ്വീകരിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ചില തദ്ദേശ സ്ഥാപനങ്ങൾ കെട്ടിട നികുതി സ്വീകരിക്കുന്നതിനോടൊപ്പം യൂസർ ഫീ കാർഡുകൾ കൂടി പരിശോധിക്കാറുള്ളതിനാൽ ഇത് പരോക്ഷമായി മറ്റ് സേവനങ്ങളെ ബാധിച്ചേക്കാം. മാലിന്യ സംസ്കരണത്തിൽ പൗരന്മാർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതുപോലെ തന്നെ കൃത്യമായ അവകാശങ്ങളും ഉണ്ട്. നിങ്ങളിൽ നിന്ന് ഈടാക്കുന്ന യൂസർ ഫീസ് ഏത് ഭരണസമിതി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചറിയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. ഫീസ് നൽകുമ്പോൾ അതിനുള്ള ഔദ്യോഗിക രസീത് കൃത്യമായി ചോദിച്ചു വാങ്ങണം. നിങ്ങളുടെ വീട്ടിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ എത്തുന്നില്ലെങ്കിലോ സേവനത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിലോ അത് വാർഡ് മെമ്പറെയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ രേഖാമൂലം അറിയിക്കാനും പരാതി നൽകാനും ഓരോ പൗരനും അധികാരമുണ്ട്.
വീടുകളിൽ വന്ന് നേരിട്ട് ഫീസ് ശേഖരിക്കുന്ന അംഗങ്ങളിൽ നിന്നും രസീത് ചോദിച്ചു വാങ്ങുക. ഇപ്പോൾ പല തദ്ദേശ സ്ഥാപനങ്ങളിലും സ്മാർട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ആപ്പ് വഴിയോ ഓൺലൈൻ പോർട്ടലുകൾ വഴിയോ ഫീസ് അടക്കാനുള്ള സൗകര്യമുണ്ട്. വ്യാജ പ്രചാരണങ്ങളിൽ വീഴാതെ സുതാര്യമായ രീതിയിൽ ഫീസ് നൽകി രസീത് വാങ്ങുകയാണ് വേണ്ടത്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സുഹൃത്തുക്കളിലേക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.